നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്ന് നോക്കിയാലോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് നിമിഷം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയിട്ട് തുടങ്ങും. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ലൈഫിലേക്ക് റെസിനേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ട് കളയുക. ഇത് ഒത്തിരി പേരുടെ എനർജീസ് ആണ് ഇതിൽ വരുന്നത്. ഒന്നും ഫോഴ്സ്ഫുള്ളി എടുക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സന്റെ വ്യക്തമായ മുഖം മനസ്സിൽ വിചാരിച്ച് റീഡിംഗ് കാണുക. ഓക്കെ, ഓക്കെ. ഇന്ന് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓർത്ത് ആ വ്യക്തി വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷനിൽ റീയൂണിയൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എഫേർട്ട് ഇടേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് ഈഗോയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായത്. പക്ഷെ ആ പ്രശ്നം ഇപ്പൊ ചിന്തിച്ച് വലിയ എന്തോ ഒരു മഹാസംഭവമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ആ മനസ്സിലിരിക്കുന്നത്. അയ്യോ, ഇനി ഈ റിലേഷനിലേക്ക് തിരിച്ചു വന്നാൽ ഇത് റീയൂണിയൻ ഉണ്ടാകുമോ, അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി ഒത്തിരി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വലുതാക്കി വെച്ചിരിക്കുകയാണ് പ്രശ്നം. ഇപ്പൊ പറയത്തില്ലേ, നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോകുന്നു, അങ്ങനെ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി അതനുസരിച്ച് മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഉറക്കം പോലും ഇല്ലാണ്ട് രാത്രികൾ കഴിച്ചു കൂട്ടുന്ന അങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷനിൽ. അതായത് തേർഡ് പേഴ്സൺ ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ കസിൻ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ കസിൻ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, ആരും ആണ്. അപ്പം അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, ദിവസമൊക്കെ നമുക്ക് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ സെപ്പറേഷന് കാരണമായ ഒരാളെ. അപ്പം നിങ്ങളുമായിട്ട് ചിലപ്പം നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളായിരിക്കും. നിങ്ങളുടെ പേഴ്സണെ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ദിവസം ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസിന്റെ പുറത്താണ് ഈ ഒരു റിലേഷൻ ഇപ്പോൾ ഉണ്ടായ ബ്രേക്കപ്പ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് ഓക്കെ, ദ സൺ കാർഡാണ് വന്നേക്കുന്നത്. സൺ കാർഡ് പറയുന്നത് ഈ റിലേഷനിൽ പോസിറ്റീവായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ടാട്ടോ നിൽക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷനിൽ തുടരുന്നത്. ഒരു ചീറ്റിംഗ് എനർജിയോ കള്ളത്തരവോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല, വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ റിലേഷനിൽ അവർ കൊണ്ടുപോകുന്നത് സത്യസന്ധമായിട്ട് തന്നെയാണ്. നിങ്ങൾ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണം, എന്നും ഒരുമിച്ച് ജീവിക്കണം, ഈ ഒരു റിലേഷൻ അങ്ങ് മരണം വരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഈ റിലേഷൻ തുടങ്ങിയതും ഇപ്പം മനസ്സിലുള്ളതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതൊക്കെ തേർഡ് പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, നിങ്ങളെന്ന് പറയുന്ന ഒരാളുടെ വാല്യൂ എത്രയാണെന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ മനസ്സിൽ നിർത്തിക്കൊണ്ട് ഇപ്പം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും. ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ആ ഒരു തുടക്കം എന്തായാലും നല്ലത് തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് ക്ലെയിം ചെയ്യുക. റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.